Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ മദർ ബോർഡിലെ ഐസികളും അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. ഒരു സുഹൃത്ത് കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോണിലെ ഐസികളും അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ തയ്യാറാക്കി തരാമോ എന്നുള്ളതിനെക്കുറിച്ച്. അതുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ, വലിയതായിട്ടല്ല, ഒരു ചെറിയ രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ തയ്യാറാക്കി തരുന്നുണ്ട്. നമ്മുടെ ഫോണിലെ ഐസികളും അതിന്റെ പ്രവർത്തനവും, ഓരോ ഐസികളും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഏത് സെക്ഷനെയാണ് അത് ബാധിക്കുന്നത്, എന്താണ് നമ്മുടെ ഫോണിൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്, അതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. നമ്മളിന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. തീർച്ചയായിട്ടും റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒരു പുതിയൊരു ഫോണിൻ്റെ മദർ ബോർഡാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് അസൂസ് എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെ അസൂസ് സെഡ്ഫോൺ മാക്സിൻ്റെ ഒരു ബോർഡാണ്. 2016 ഇറങ്ങിയ ഒരു ഫോണിൻ്റെ ഒരു മോഡലാണിത്. അപ്പോൾ ഈ മോഡൽ തന്നെ ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എല്ലാ ഐസികളും പുറത്ത് തന്നെ, ഏകദേശം മിക്ക ഐസികളും പുറത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകൾക്കും ഐസികൾ മെർജ് ചെയ്താണ് വരുന്നത്. ഇപ്പോൾ പവർ ഐസിക്കകത്തായിരിക്കും മറ്റേ ലൈറ്റ് ഐസികളും ഗ്രാഫിക് ഐസികളും അതുപോലെ തന്നെ ഓഡിയോ ഐസികളൊക്കെ വരുന്നത്. എന്നാൽ ഇതെന്ന് പറയുന്നത് ഈ ഒരു ബോർഡിൽ ഏകദേശം എല്ലാ ഐസികളും മെർജ് ചെയ്യാതെ പുറത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനും എനിക്ക് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ബോർഡ് തന്നെ എടുത്തത്. ലേറ്റസ്റ്റ് മോഡലിൻ്റെ ബോർഡുകളെ കുറിച്ചൊക്കെ ഞാൻ വരുന്നതിനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതുപോലെ തന്നെ ഐസികൾ മാത്രമല്ല ഐസികളല്ലാതെയും കുറേ കമ്പോണൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കപ്പാസിറ്റർ, റെസിസ്റ്ററുകൾ, ഡയോഡുകൾ, LDA തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഓരോന്നും എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്തിരുന്ന ഞങ്ങളിരുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് മിസ്സാവാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ബോർഡ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇൻസൈഡും ബാക്ക് സൈഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ സൈഡും ഒരുപാട് ഐസികളും മറ്റ് കമ്പോണൻസുകളുമുണ്ട്, ബാക്ക് സൈഡും ഒരുപാട് ഐസികളും കമ്പോണൻസുകളുമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ 2 ഐസികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മറ്റ് ഐസികളെയും കാട്ടി കൂടുതൽ വലിയ ഐസികൾ കാണാൻ സാധിക്കും. ഈ 2 വലിയ ഐസികളിൽ ഒന്ന് CPU ഐസിയും ഒന്ന് EMMC അല്ലെങ്കിൽ UFS ഐസിയും ആയിരിക്കും. UFS ഐസി എന്ന് പറയുന്ന EMMCയേക്കാൾ കുറച്ചും കൂടിയൊക്കെ ഡെവലപ്പ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് UFS ഐസി എന്ന് പറയുന്നത്. EMMCയെക്കാട്ടി കൂടുതൽ സ്പീഡും അതുപോലെ തന്നെ കൂടുതൽ പ്രോഗ്രസിംഗ് ഒക്കെ അതിലുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊരു വീഡിയോ ഇട്ടുതരാം. UFS ഐസിയും EMMC ഐസിയും തമ്മിലുള്ള വ്യത്യാസം. ലേറ്റസ്റ്റ് ഫോണുകളിൽ, വളരെ വില കൂടിയ ഫോണുകളിലൊക്കെ UFS ഐസികളായിരിക്കും വരുന്നത്. കാരണം അഡ്വാൻറ്റേജസ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് 2 വലിയ ഐസികൾ കാണാൻ സാധിക്കും. അതിൽ ഒന്ന് CPU ഐസി അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഐസി. അതിൽ നിങ്ങൾക്ക് അവിടെ നമ്പറും കാണാൻ സാധിക്കും, ഏത് പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത്. ആ ഒരു ഐസിയുടെ നമ്പർ മെയിനായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ടെക്നീഷ്യനെ കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്പർ നോട്ട് ചെയ്യുക. കാരണം ഈ ഒരു നമ്പർ ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പവർ ഐസി ഏതാണ്, മറ്റ് ഐസികൾ ഏതാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലൈൻസുകൾ, പവർ ലൈൻസുകൾ എന്നൊക്കെ നമുക്ക് പ്രോസസ്സറിൻ്റെ നമ്പർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഏകദേശമൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പം അതുകൊണ്ട് ഏതൊരു ഫോൺ കിട്ടിയാലും നിങ്ങൾ അതിൻ്റെ പ്രോസസ്സറിൻ്റെ നെയിം, കോഡ്കോം ആണോ, MTK ആണോ അല്ലെങ്കിൽ എക്സിനോസ് ആണോ, അതിൻ്റെ നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മറ്റ് ഐസികളും കൂടെ വളരെ ഏകദേശമൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇത് വലിയ ഐസികൾ, ഒന്ന് CPU ഐസി, ഒന്ന് EMMC ഐസി. ഇത് EMMC ഐസിയാണ്. 2 വലിയ ഐസികളിൽ ഒന്ന് CPയും ഒന്ന് EMMC ഐസിയും ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇത് 2 മെയിൻ മർമ്മപ്രധാനമായിട്ടുള്ള ഐസികളാണ്. EMMC ഐസി അല്ലെങ്കിൽ UFS ഐസി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറേജ്, നമ്മുടെ SD കാർഡ് പോലുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണിത്. നമ്മുടെ ആപ്ലിക്കേഷൻസുകളും അതുപോലെ നമ്മുടെ യൂസേഴ്സിന് വേണ്ടിയുള്ള ഫയലുകളും മറ്റെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നത് ഈ ഒരു EMMC ഐസിയാണ്. ഈ EMMC ഐസി, ഡെഡായ ഒരു ഫോണിൻ്റെ EMMC ഐസി നമുക്ക് ഇളക്കിയെടുത്ത് ചില ടൂളുകൾ ഉപയോഗിച്ച്, UFI പോലുള്ള ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ഫയലുകൾ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ഡെഡ് ഫോണുകളുടെ ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു EMMC അല്ലെങ്കിൽ UFS ഇളക്കി എടുത്തുകൊണ്ട് നമുക്ക് ചില ടൂൾസുകളുടെ സഹായത്തോടുകൂടി ഇതിനകത്തുള്ള ഫയലുകൾ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ EMMC ഐസി, CPU ഐസി, ഈ 2 ഐസികളും ഡാമേജ് ആയി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഫോൺ ഡെഡ് ആവും, ഫോൺ ഓൺ ആകത്തില്ല എന്നുള്ളതാണ്. അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഫോൺ ഓൺ ആകും. ചിലപ്പോൾ ബൂട്ട് ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. EMMC കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ, പ്രോസസ്സർ CPU കംപ്ലൈൻറ്റ് ആയ ഫോൺ പൂർണ്ണമായിട്ടും ഡെഡ് ആയിരിക്കും. ഓക്കെ, ഈ 2 ഐസികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു മർമ്മപ്രധാനമായിട്ടുള്ള ഐസിയാണ് PM ഐസി അല്ലെങ്കിൽ പവർ മാനേജ്മെൻറ്റ് ഐസി എന്ന് പറയുന്നത്. ഇതാണ് പവർ മാനേജ്മെൻറ്റ് ഐസി.
അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഫോണിൽ ഒരു പവർ മാനേജ്മെൻറ്റ് ഒരു PMIC ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളിൽ 2-3 പവർ മാനേജ്മെൻറ്റ് ICകൾ ഉണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകൾക്ക് ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സിനും കൂടി ഒരു പവർ IC ബോർഡ് പറ്റത്തില്ല. അതിനുവേണ്ടി സപ്പോർട്ടിങ്ങിന് വേണ്ടി ഒരു മെയിൻ പവർ ICക്ക് സപ്പോർട്ടിങ്ങിന് വേണ്ടി മറ്റ് പല സബ് പവർ ICകളും വരുന്നുണ്ട്. PMIC അല്ലെങ്കിൽ BQIC എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരുപാട് ICകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു IC എന്ന് പറയുന്നത് പവർ മാനേജ്മെൻറ്റ് IC. ഈ ഒരു പവർ മാനേജ്മെൻറ്റ് IC ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ കമ്പോണൻസിന് എത്ര വോൾട്ടേജ് വേണം അതൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു പവർ IC ആണ്. ഓക്കെ, പവർ IC എല്ലാ ഭാഗങ്ങളിലേക്കും പവർ സപ്ലൈ ചെയ്യുന്ന ഒരു IC ആണ് പവർ IC എന്ന് പറയുന്നത്. ഈ ഒരു പവർ IC കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ നമ്മുടെ ഫോണിലേക്ക് സംഭവിക്കും. മെയിനായിട്ടുള്ള ലൈനുകളിലേക്കുള്ള പവർ സപ്ലൈ കട്ടാവുകയാണെങ്കിൽ ഫോൺ ഓൺ ആകത്തില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് പവർ IC റീബോൾ ചെയ്തൊക്കെ ഇടുക അല്ലെങ്കിൽ പവർ IC മാറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രോബ്ലംസുകൾ മാറ്റി കിട്ടും. അപ്പോൾ പവർ IC വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു IC ആണ്. പിന്നെ IC എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഷീൽഡോടുകൂടി കവർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് നെറ്റ്വർക്ക് സെക്ഷൻ എന്ന് പറയുന്നത്. ഇത് പവർ സെക്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് നെറ്റ്വർക്ക് സെക്ഷനാണ്. ഈ ഒരു നെറ്റ്വർക്ക് സെക്ഷനിൽ നിങ്ങൾക്ക് മുകളിൽ 2 IC കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു IC ഇതും നെറ്റ്വർക്ക് സെക്ഷനാണ്. അപ്പോൾ ഈ 2 ICകളെയും കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഇത് PAIC എന്ന് പറയും. PAIC എന്ന് പറയുന്നത് 2G 3G PAIC 4G PAIC. അതേ 4G ഉള്ള ഫോണുകളിൽ 4Gക്ക് വേണ്ടിയുള്ള പ്രത്യേക PAICകൾ ഉണ്ടാവും. പവർ ആംപ്ലിഫയർ IC എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ICകൾ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് സെക്ഷനിൽ നെറ്റ്വർക്കിൽ വളരെ ഇഷ്യൂസുകൾ ഉണ്ടാകും. നെറ്റ്വർക്കിൽ പ്രോബ്ലംസുകൾ ഉണ്ടാകും. റേഞ്ച് കിട്ടാതെ വരിക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു PAICകൾ കംപ്ലൈൻ്റ് വരും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു IC ആണ് നെറ്റ്വർക്ക് IC എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് IC എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ വേണ്ട നെറ്റ്വർക്ക് സെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ IC ആണ് നെറ്റ്വർക്ക് IC. ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതായത് സിഗ്നൽ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ, നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ, ഇടയ്ക്കിടയ്ക്ക് കോളുകൾ, അങ്ങനെയൊക്കെ എന്ത് ഇഷ്യൂസുകളും ഈ ഒരു നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ നെറ്റ്വർക്ക് IC കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ സംഭവിക്കുമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്കൊരു ചെറിയൊരു IC പോലെ കാണാൻ സാധിക്കും. ഇത് വന്ന ലൈറ്റ് IC എന്ന് അല്ലെങ്കിൽ ബാക്ക് ലൈറ്റ് IC എന്ന് പറയും. നമുക്ക് ഡിസ്പ്ലേക്ക് വേണ്ടിയുള്ള ബാക്ക് ലൈറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു IC ആണിത്. ബാക്ക് ലൈറ്റ് IC എന്ന് പറയും. അപ്പോൾ ഈ ഒരു IC കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ലൈറ്റ് കിട്ടത്തില്ല, അതായത് ബാക്ക് ലൈറ്റ് കിട്ടത്തില്ല. നമ്മുടെ ഫോൺ ബ്ലാക്ക് ആയിരിക്കും. ഫോൺ ഡെഡ് ആയതുപോലെ ആയിരിക്കും കാണുന്നത്. ചിലപ്പോൾ അകത്തോട്ട് നമ്മൾ ടോർച്ച് എടുത്ത് അടിച്ച് നോക്കുകയാണെങ്കിൽ ചില ഗ്രാഫിക്സുകൾ അതെന്തൊക്കെയാണ് ഉള്ളത് കാണാൻ സാധിക്കും. പക്ഷേ ലൈറ്റ് കിട്ടത്തില്ല എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ലൈറ്റ് ICയുടെ ഇത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അകത്തൊരു IC ഉണ്ട്. ഒക്കെ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഒരു IC ഉണ്ട്. ഈ ഒരു IC എന്ന് പറയുന്നത് വൈഫൈ IC ആണ്. ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വൈഫൈ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു IC കാണാൻ സാധിക്കും. ഈ ഒരു IC എന്ന് പറയുന്നത് ഇതാണ് ഓഡിയോ IC എന്ന് പറയും. ഓഡിയോ സെക്ഷൻ സംബന്ധമായിട്ടുള്ള, അതായത് മൈക്ക്, സ്പീക്കറുകൾ, അങ്ങനത്തെ ഹെഡ്ഫോൺ സെറ്റുകൾ ഇത് തമ്മിലുള്ള കൺട്രോൾ ചെയ്യുന്നത്, അത് ഓഡിയോ സെക്ഷൻ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു IC ആണ് ഓഡിയോ IC എന്ന് പറയുന്നത്. ഓഡിയോ IC കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓഡിയോ സംബന്ധമായിട്ടുള്ള പല ഇഷ്യൂസുകളും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഓഡിയോ IC എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സൈഡ് കഴിഞ്ഞാൽ അടുത്തൊരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ICകളും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കുന്ന IC എന്ന് പറയുന്നത് ഇവിടെ ഒരു IC കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് നെറ്റ്വർക്ക് IC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു IC എന്നുണ്ട്, ഈ ഒരു IC ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ചാർജിങ് IC എന്ന് പറയുന്നത്. നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും അതിന് 5 വോൾട്ട് നമുക്ക് സപ്ലൈ നൽകുന്നതും നമ്മുടെ ചാർജിങ് പോർട്ട് വഴി സപ്ലൈ നൽകുന്ന 5 വോൾട്ടാണ്. ആ 5 വോൾട്ടിനെ 4.4 വോൾട്ടാക്കി ഈ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു ചാർജിങ് IC ആണ്. ഈ ഒരു ചാർജിങ് IC കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ചാർജ് കയറത്തില്ല എന്ന് പറയുന്ന ഒരു പ്രോബ്ലംസ് വരും. അതുപോലെ തന്നെ ഫ്യൂൽ ഗേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മിക്കവാറും നമുക്ക് ചാർജിങ് ICക്കകത്തായിരിക്കും ഉള്ളത്. നമ്മുടെ ബാറ്ററിക്ക് എത്രത്തോളം ചാർജ് ഉണ്ട് ഇതൊക്കെ ഈ ഒരു ഫ്യൂൽ ഗേജ് എന്ന് പറയുന്ന ICയുമായും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ മിക്ക ഫോണുകളിലും ഇപ്പോൾ ഫ്യൂൽ ഗേജൊക്കെ ഈ ചാർജിങ് ICകളിലോ അല്ലെങ്കിൽ PMICകളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ചാർജിങ് IC. ചാർജിങ് സംബന്ധമായ ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഇത് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങളോട് പറയാത്ത വേറെയും ഒരുപാട് ICകൾ നമ്മുടെ മദർ ബോർഡിൽ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇപ്പോൾ മോഡേണായിട്ട് വന്നിട്ടുള്ള പല ഫോണുകളിലും ഇതിലും കൂടുതൽ ICകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലനേഷൻ ഞാൻ അടുത്ത വീഡിയോകളിലൂടെയൊക്കെ ഞാൻ തരാം. ഓരോ ICകളും സെപ്പറേറ്റ് തന്നെ ഞാൻ വീഡിയോ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയാത്ത ഏതെങ്കിലും ICകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.